എന്തൊക്കെ ടൈപ്പ് വണ്ടിയാന്ന് പറഞ്ഞാൽ നമുക്ക് കാറിനെ ഇഷ്ടപ്പെടുന്നവർക്ക് വട്ടായി പോകും, അങ്ങനത്തെ ടൈപ്പ് വണ്ടികളാണ്. ഞാൻ നേപ്പാളിൽ ചെന്നപ്പോൾ ഞങ്ങൾ കാണാത്ത വണ്ടികൾ, അത് പഴയ വണ്ടികളില്ലേ. നോക്കുകയാണെങ്കിൽ ഒരു ദിവസം നമുക്കൊരു ഒരാൾക്ക് 1200 1500 രൂപയാണ് എക്സ്പെൻസ് മൊത്തത്തിൽ വരാൻ സാധ്യത. അത് നമ്മുടെ യാത്രയുടെ മോർണിംഗ് റുട്ടീനിൽ നമ്മൾ ആഡ് ചെയ്തിരുന്നത്. കാരണം നമുക്ക് ആർക്കും ഒരു ഹെൽത്ത് ഇഷ്യൂസ് വന്നില്ല. അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ അവനെ വിമർശിക്കുകയും ചെയ്തു. നീ ഇന്ത്യക്കാരനായിട്ട് നീ ഇങ്ങനെ ചെയ്തത് ശരിയായില്ല, അതുകൊണ്ട് ഇവിടെ വരാൻ ആൾക്കാർ ബുദ്ധിമുട്ടും. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തത് സന്ധ്യസമയത്തൊക്കെ ഫാമിലിയായിട്ട് വരുന്ന ഒരാൾക്ക് അത് ബുദ്ധിമുട്ടാണെന്ന് ഞാൻ പറഞ്ഞു. മേടിച്ച് ഒരു സാധനം കൊണ്ടുവന്നാൽ പിന്നെ ഒരാഴ്ചത്തേക്ക് അത് തുടക്കൽ കഴുകൽ അതിൻ്റെ മുകളിൽ നിന്നും മാറില്ല. 187 കിലോമീറ്റർ, അതായത് 8.5 മണിക്കൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ വെള്ളം പോലും കുടിക്കാൻ നിന്നില്ല എന്നുള്ളതാണ് സത്യം. ഇയാൾ ഗോവ പോയപ്പോഴേക്ക് 2 ജാക്കറ്റും കൊണ്ട് വന്ന് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിട്ടുള്ള ഓർമ്മയുണ്ടോ എനിക്ക്? അന്ന് മോട്ടോർ സൈക്കിളിൽ ബുള്ളറ്റിൽ പോകുമ്പോൾ. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണിത്. അതായത് കേരള ടു നേപ്പാൾ പോയി വന്ന ഒരു വണ്ടിയാണ് ഈ കിടക്കുന്നത്. കേരള ടു നേപ്പാൾ പോയി വന്നത് വെറും 48 മണിക്കൂറിലാണ് അവിടെ എത്തിയത്. വൺ സൈഡ് 46 hours മാത്രമാണ് ട്രാവലിംഗ് ടൈം എടുത്തത്. അത് ഓവർ സ്പീഡ് ചെയ്തോ കാര്യങ്ങളിലോ ഒന്നുമല്ല, നോർമൽ ഡ്രൈവിൽ തന്നെയാണ്. അപ്പം അതിൻ്റെ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളും ഈ ഒരു വണ്ടിയുടെ ഈ ഒരു സാധനത്തിൻ്റെ ഒരു എക്സ്പീരിയൻസും മെയിൻലി ആ വീഡിയോയിൽ ഫസ്റ്റ് പാർട്ടിലുണ്ട്. അത് നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളാണ് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ സംസാരിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഇനി അറിയാനുള്ളത്, അപ്പോൾ നിങ്ങൾ മുകളിൽ ഒരു സ്റ്റോറേജ് ബോക്സ് ഒക്കെ കാണും. അപ്പോൾ ഇതുപോലൊരു ബോക്സ് ഒക്കെ വേണോ നമുക്ക് ശരിക്കും ഒരു ട്രിപ്പ് പോകണം? അതായത് നമ്മൾ ഈ ബോക്സ് എടുത്തത് ഭംഗിക്ക് വേണ്ടിയിട്ട് വെച്ചതേ അല്ല. ഓക്കെ, നമുക്ക് നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ, അതായത് നമ്മുടെ സ്ലീപ്പിംഗ് ബാഗ്, ക്യാമറ ട്രൈപോഡ്സ്, പിന്നെ കുട എടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ നമ്മുടെ ഷൂസ്, അങ്ങനെ വെയിറ്റ് കുറഞ്ഞ സാധനങ്ങൾ, സ്പേസ് കൂടുതൽ പോകുന്ന സാധനങ്ങൾ നമുക്ക് സിമ്പിളായിട്ട് മുകളിൽ ക്യാരി ചെയ്യാം. ഞങ്ങൾക്ക് ഈ സാധനം കൊണ്ട് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. ഞങ്ങൾ ഇതിൻ്റെ അകത്ത് ചെയറൊക്കെ ഉണ്ടായിരുന്നു, നമുക്ക് ഇരുന്ന് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് റെസ്റ്റ് ഒക്കെ എടുക്കണമെങ്കിൽ ഇരിക്കാനുള്ള ചെയർസ് അതുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് അതിൽ വെക്കാൻ പറ്റി. പിന്നെ ഞങ്ങൾ 5 പേരുണ്ടായിരുന്നു ഇതിൽ. എനിക്ക് ഇപ്പം ഇത്ര നമ്മൾ ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുണ്ട്. പണ്ടത്തെ നമ്മളെ അറിയാൻ പാടില്ലാത്ത സമയത്ത് ഇയാൾ ഗോവ പോയപ്പോഴേക്ക് 2 ജാക്കറ്റും കൊണ്ട് വന്ന് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിട്ടുള്ള ഓർമ്മയുണ്ടോ എനിക്ക്? അന്ന് മോട്ടോർ സൈക്കിളിൽ ബുള്ളറ്റിൽ പോകുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അനുഭവത്തിലാണ് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് അറിയാൻ പാടില്ല. ഞാൻ ക്ലബ്ബിൽ ചേർന്ന് തന്നെ ഇദ്ദേഹം പറഞ്ഞിട്ടാണ്, ഗിരി എന്നോട് പറഞ്ഞിട്ടോ ഇങ്ങനെ ഒരു ക്ലബ്ബുണ്ട്. ഞാൻ കാസ്റ്റാണ് കൂടുതൽ ഉപയോഗിച്ചുള്ളത്, ബുള്ളറ്റിന് പഴയ മോഡൽ. അങ്ങനെ ഇപ്പോഴും ഉണ്ട്, അതിന് ഇന്റർസെപ്റ്ററും ഉണ്ട്, ഹിമാലയനും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കാസ്റ്റാണ് ഞാൻ കൊടുക്കൊന്നുമില്ല, അത് അങ്ങനെ തന്നെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ 2024 ടെസ്റ്റാണ്, 2024 ടെസ്റ്റാണ് അതിൻ്റെ. അതുവരെ ഞാൻ പെയിന്റ് പോലും അടിച്ചില്ല. ഇയാൾ സമ്മതിക്കില്ല, അത് ഇങ്ങനെ കൊണ്ടുവന്നാൽ മതി. അങ്ങനെ കമ്പനി പെയിന്റ് ആണ്, അത് അങ്ങനെ തന്നെ കൊണ്ടു നടക്കുന്നത്. അപ്പോൾ നമ്മൾ പഴയ ഇൻഡു സുസുക്കിയും SD റോഡ് കിങ് ഒക്കെ LML വെസ്പയുടെ സെലക്ട് ഇട്ടു, അതൊക്കെ സൈഡിലിരുന്ന് തുരുമ്പെടുക്കുന്നുണ്ട്. അതിന് ഇയാളുടെ ആവശ്യത്തിന് ഇയാളെ ഇടയ്ക്ക് തെറി പറയാറുണ്ട് തന്നെ. അപ്പോ ഒരു സ്കീം ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ മറ്റേ സിനിമയിൽ ചാക്കോച്ചി ചേസ് വന്ന 2 ദിവസം ഓടിച്ചിട്ട് തരുള്ളൂ എന്ന് പറയില്ലേ, അതേപോലെ മേടിച്ച് ഒരു സാധനം കൊണ്ടുവന്നാൽ പിന്നെ ഒരാഴ്ചത്തേക്ക് അത് തുടക്കല് കഴുകൽ അതിന്റെ മുകളിൽ നിന്നും മാറില്ല. പിന്നെ അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അവിടെ എവിടെയെങ്കിലും മൂലക്കിരിക്കുന്നു. അതാണ് ഇപ്പൊ അങ്ങനെയല്ല, നമ്മുടെ അൾട്ര നമ്മള് നന്നായിട്ട് നോക്കുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞിട്ട് എന്നിട്ടും കുറച്ച് സംഭവം ഇട്ടേക്കാ, ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യണം. അങ്ങനെ ഒരു സ്റ്റേഷൻ വാഗനാണ്, വൺ ഓഫ് ദി റൈഡസ്റ്റ് കാസ് ആണ് അവിടെ കിടപ്പുണ്ട്. നമ്മൾ അതിന്റെ വീഡിയോ സെപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അത് നമ്മൾ കൊണ്ടുവരാം. അപ്പം അതവിടെ ഒരു ഇതായിട്ടിരിക്കട്ടെ. ഓക്കെ, അപ്പം അപ്പം 4 പേര് യാത്ര ചെയ്യുന്നതിന്റെ 5 പേര്. അപ്പം ഞങ്ങൾ 5 പേരായിരുന്നു. അതില് 5 പേരുടെ ഞാൻ പറഞ്ഞു വെച്ചാൽ ലഗേജ് അന്നേരം നമ്മൾ ഇതിലേക്ക് ഡൈവേർട്ട് ആയി പോയതാണ്. ലഗേജ് എപ്പോഴും നമ്മളെ ഏറ്റവും ലൈറ്റ് വെയിറ്റ് ക്ലോത്തുകളൊക്കെ ആണെങ്കിലും ക്വിക്ക് ഡ്രൈ ടൈപ്പ് ഒക്കെ എടുക്കുക പോകുമ്പോൾ. ഒരുപാട് വെയിറ്റ് കൂടി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് വന്നൊരു ഇഷ്യൂ, 5 പേരും 5 പേരുടെ ലഗേജും വന്ന്. അതിൽ ഞാൻ ആകെ ഒരു ബാഗ് എടുത്തുള്ളത്, മറ്റേ വേറെ കുറച്ച് അവർക്ക് അറിയില്ലാണ്ടാണ് അങ്ങനെ പോയിട്ട് എക്സ്പീരിയൻസ് എന്നുള്ളതാണല്ലോ. അപ്പൊ എന്താ വെച്ചാൽ നമ്മൾ ഇത്രയും വെയിറ്റ് വന്നിട്ട് ഇങ്ങനെ ഡിപ്പുകളുള്ള സ്ഥലത്ത് വരുമ്പോൾ നമ്മുടെ ഷോക്ക് ഓവർ ഡിക്ക് വരും. അപ്പൊ നമുക്കൊരു സ്പീഡ് ലിമിറ്റ് ഭയങ്കര കൺട്രോൾ ചെയ്യണ്ടാവും. അതായത് ചില സ്ഥലത്തൊക്കെ നമ്മൾ ഈ ഡിപ്പാണോ ഇത് രാത്രി സമയത്ത് നമുക്ക് ഇത്. അതുപോലെ വേറൊരു മെയിൻ കാര്യം, നമ്മൾ ഫ്രണ്ടിൽ ഒരു ഹെല്ല ലൈറ്റ്സ് കാണിച്ചില്ലായിരുന്നു. ഈ ഹെല്ല ലൈറ്റ്സ് നമ്മൾ പ്ലാൻ ചെയ്തത് ആക്ച്വലി നമ്മുടെ ഒറിജിനൽ ലൈറ്റ് ഇതിന് LED ആണ് കമ്പനി വരുന്നത്. പക്ഷെ നമുക്ക് ഒട്ടും വിസിബിലിറ്റി, നമ്മുടെ ഇപ്പൊ ടൗണിലൊക്കെ ഓടിക്കുമ്പോൾ നമുക്ക് എതിരെ വന്നവർക്ക് തോന്നും ഫോർച്യൂണറിന് ഭയങ്കര വെട്ടോ. പക്ഷെ നമ്മൾ അങ്ങോട്ട് പോയൊരു എക്സ്പീരിയൻസ്, അങ്ങോട്ട് പോയ സമയത്ത് ആ രാത്രി നമ്മുടെ ഇവിടുത്തെ പോലത്തെ അല്ല, ഭയങ്കര ലൈറ്റ് കുറവാണ് അവിടെ. അതിൽ മൃഗങ്ങളൊക്കെ വട്ടം ചാടുന്ന ഏരിയകളുണ്ട്, പല സ്ഥലങ്ങൾ. പക്ഷെ ഈ ലൈറ്റ്
ഗിരി അത് ഫിറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ ഈ സമയം എന്ന് പറഞ്ഞാൽ എന്നോട് ഇപ്പൊ ഫിറ്റ് ചെയ്യാൻ നമുക്ക് ഡൽഹിയിൽ നിന്ന് ഡൽഹിയിൽ നിന്ന് ഫിറ്റ് ആവില്ലേ, നമ്മൾ ഡൽഹി പോയിട്ട് പോണ ഒരു ഞങ്ങൾ ശരിക്കും ഡൽഹി മണാലി ഇതാണ് ഉദ്ദേശിച്ചത്. നേപ്പാൾ എന്ന് പറയുന്ന സംഭവമൊക്കെ ട്വിസ്റ്റായിരുന്നു, എല്ലാം പെട്ടെന്ന് പറയാം. ഞങ്ങൾ നേരെ ഡൽഹി പോയി നന്ദൻ്റെ അവിടെ പോയി താമസിച്ച് 4 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരാം ഇതായിരുന്നു പറഞ്ഞത്. അപ്പം ഞാൻ ഗിരിയോട് ചോദിച്ചു, ഗിരി അങ്ങനെയാണ് പിന്നെ എന്തിനിങ്ങനെ? നാഗ്പൂർ എന്തായാലും പോകണം, നാഗ്പൂർ നേരെ തിരിച്ച് നമുക്ക് നേപ്പാൾ തന്നെ അടിച്ചാൽ 3 പ്രാവശ്യം ഞങ്ങളിങ്ങനെ എഴുതും, ഇന്ന സ്ഥലത്തേക്ക് പോകാൻ പറഞ്ഞ് എഴുതി കൊടുക്കും, ഗ്രൂപ്പിലിടും. അപ്പോൾ ഓക്കെ ഇങ്ങനെ ഗ്രൂപ്പിന്റെ പേര് മാറ്റും. അതെ, അങ്ങനെ അവസാനം ഞങ്ങള് അങ്ങനെ അങ്ങനെ ഞങ്ങൾ നേരെ തിരിച്ചു. എന്തായാലും ഞങ്ങൾ ആഗ്രഹിച്ചല്ലേ നേപ്പാളിലേക്ക് വണ്ടി നേരെ നേപ്പാളിൽ പോട്ടെന്ന് പറഞ്ഞു. അതൊരു ക്രോസ് കൺട്രി പോകും. ഈ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഈ പോകുന്നതിന് വേണ്ടി സ്റ്റിക്കർ അടിച്ച് തന്നെ 2ാമത് പൊളിച്ചിട്ട് 2ാമത് അടിച്ച അത് നമ്മുടെ ഒരു സഹോദരൻ അല്ലേ ഗിരി, വിശാല്. അതെ, അത്രയും നമ്മള് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മള് 46 അല്ല, അതിനും കൂടുതലോ. കാരണം ഞങ്ങൾ ഇപ്പുറത്തൂടെ ഇറങ്ങിയത്, ഞങ്ങൾ സുനോലി വഴി പോയിട്ട് സുനോലി വഴി തിരിച്ചു വരാമെന്ന് വിചാരിച്ചു. പക്ഷെ ഞങ്ങൾ നേരെ നാരായണഘട്ടി ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ പ്ലാനൊക്കെ അങ്ങോട്ട് മാറ്റി. നേരെ കാഠ്മണ്ഡു വഴി തിരിച്ച് സിക്കിം ഒക്കെ പോയിട്ട് പോകാന്ന്. ഒരാഴ്ചയും കൂടി ശംഖുവിന് ഒരു ലീവ് കിട്ടിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഭൂട്ടാനും കൂടി പോകാൻ. സമയം ഒരു പ്രശ്നമായിരുന്നു, സമയം ഒരു വിഷയം ഉണ്ടായി. ഞങ്ങൾക്ക് നാദുല പാസ് ഒക്കെ പോയതായിരുന്നു. നാദുല പാസ് പോയി, പിന്നെ ഗാങ്ടോക്ക്, സിക്കിം, അതെല്ലാം നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മളാകെ ഇത്രയും ദൂരമൊക്കെ ഓടിയിട്ട് നമ്മുടെ വണ്ടിക്ക് ഒരു സ്ക്രാച്ചസ് ഒന്നും കിട്ടിയില്ലായിരുന്നു. ആകെ ആ കോർണറിൽ ഈ സിക്കിം ഭയങ്കര കൺജസ്റ്റഡ് ടൗൺ ആണ്, അവിടെ നിന്ന് പറഞ്ഞാൽ കിട്ടി ചെറുതായിട്ട്. അത് ഒരു ചെറിയ അതേ കിട്ടിയുള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നും നമുക്ക്. ആകെ പിന്നെ വന്നത് ഒരു ഈ ഫ്രണ്ട് വീലിന്റെ ലൈനേഴ്സ് ഒന്ന് ചാടിപ്പോന്നാണ്, കല്ലെന്തോ അടിച്ചിട്ട്. അതല്ലാതെ ടൊയോട്ട നമുക്ക് ഫുൾ സപ്പോർട്ടായിരുന്നു, ഒരു പ്രശ്നം ഉണ്ടായില്ല, ഒന്നും വന്നില്ല. ഞാൻ ഇടയ്ക്ക് ഫിൽറ്റർ അയച്ചൊന്ന് ക്ലീൻ ചെയ്ത്, എയർ ഫിൽറ്റർ, അത് ഭയങ്കര പൊടിയായിരുന്നു, വന്യ പൊടിയായിരുന്നു നമ്മൾ ഈ നാരായൺഘട്ടിൽ നിന്നൊക്കെ പോകുന്നത്. അപ്പൊ അതും പിന്നെ നമ്മുടെ അകത്ത ഫിൽറ്റർ, എ സിയുടെ 2 ഫിൽറ്റർ അയച്ച് ക്ലീൻ ചെയ്തു. പിന്നെ എല്ലാ ദിവസവും നമ്മൾ ഇതിന്റെ ഇന്റീരിയർ ക്ലീൻ ചെയ്യുമായിരുന്നു. അത് ഞങ്ങളൊരു മോർണിംഗ് റൂട്ടീൻ, വാക്യൂം ക്ലീനർ ഉണ്ടെങ്കിൽ ബ്രഷും ഉണ്ടായിരുന്നു. അത് നമ്മുടെ യാത്രയുടെ മോർണിംഗ് റൂട്ടീനിൽ നമ്മൾ ആഡ് ചെയ്തിരുന്നു. കാരണം നമുക്ക് ആർക്കും ഒരു ഹെൽത്ത് ഇഷ്യൂസ് വന്നില്ല, അതുകൊണ്ട് പൊടി കയറി ഒന്നും അതെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. അത് രാവിലത്തെ ഏറ്റവും ആദ്യത്തെ ഒരു 20 മിനിറ്റ് ഞങ്ങൾ 4-5 പേര് എല്ലാവരും കൂടി അടുത്തങ്ങ് മാറ്റും, എല്ലാം ബ്രഷ് ചെയ്ത് വാക്യൂം ചെയ്ത് ക്ലീൻ ചെയ്തിട്ടുണ്ട്. പൊടി ഭയങ്കരമായിരിക്കും, ആ പൊടി നമ്മളിങ്ങനെ സർക്കുലേറ്റ്. പിന്നെ ഇതില് ഇപ്പൊ പോകുന്ന ആൾക്കാർക്ക് ഞാൻ വേറൊരു ഇൻഫർമേഷൻ ആയിട്ട് പറഞ്ഞുതരാം. ഇതിന്റെ ഇൻഷുറൻസ് നമുക്ക് അപ്ഡേറ്റ് ചെയ്തായിരുന്നു. അതായത് നമുക്ക് എല്ലാ കമ്പനികളുടെ ഇൻഷുറൻസ് കിട്ടുന്നത് ഏത് രാജ്യത്തെ ഇൻഷുറൻസ് നമ്മൾ എടുക്കുന്നത് ആ രാജ്യത്ത് ഉപയോഗിക്കാനുള്ളതാണ്. പല ആൾക്കാർക്കും അറിയില്ല, ചിലപ്പോൾ അറിയാവുന്ന ആൾക്കാരുണ്ടാവാം. ഒരു ക്രോസ് കൺട്രി ചെയ്യുമ്പോഴേക്കും നമ്മളിപ്പോൾ നേപ്പാൾ ആണെങ്കിലും ഭൂട്ടാൻ ആണെങ്കിലും നമ്മളെ പോലത്തെ ഇവിടുന്ന് ഒരു ആൾക്കാർക്ക് ഈസി ആയിട്ട് പോകാൻ പറ്റുന്ന സ്ഥലം ഇത് രണ്ടുമാണ്. അപ്പോൾ അങ്ങോട്ട് കയറുമ്പോഴേക്കും നിങ്ങളുടെ ഏത് ഇൻഷുറൻസ് കമ്പനിയാണോ ആ ഇൻഷുറൻസ് കമ്പനി അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻഷുറൻസ് നമുക്ക് ആ വേറൊരു കൺട്രി കയറുന്നതിനും കൂടി ഒരു പാക്കേജ് ആഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ നിലവിലുള്ള ഇൻഷുറൻസിന്റെ കൂടെ തന്നെ ഒരു പാക്കേജ്. പല കമ്പനികൾക്കും പല റേറ്റാണ്. ഞാൻ അന്വേഷിച്ചപ്പോഴേക്കും നമ്മൾ ചെയ്തപ്പോഴേക്കും ഏകദേശം 450 രൂപ ആയിരുന്നു ഇൻഷുറൻസ് ആ പോളിസി ആഡ് ചെയ്യാൻ ഒരു ആ വണ്ടിയിൽ കയറുന്നതിന്. അപ്പോൾ അതെല്ലാവരും തന്നെ ഒന്ന് പറയണം, അറിയില്ലാത്തൊരു കാര്യമാണ്. നമ്മളത് നേപ്പാളിൽ അല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ ഇൻഷുറൻസ് ഇവിടുത്തെ ഇൻഷുറൻസ് കമ്പനിയാണ്. ഏത് ഇൻഷുറൻസ് ആണോ വണ്ടിയുടെ ആ ഇൻഷുറൻസ് കമ്പനിയുടെ ഒരു പാക്കേജ് നമ്മൾ ആഡ് ചെയ്യണം. അന്യ രാജ്യത്ത്, അന്യ സ്റ്റേറ്റ്, നമ്മൾ 10 ദിവസത്തേക്ക് 20 ദിവസത്തേക്കാട്ടെ അത് ചുമ്മാ എടുത്തതാണ്. അത് സുനിമാമി തന്നെയാണ് അതിന്റെ ഇൻഷുറൻസ്. നമ്മുടെ ഇൻഷുറൻസ് ചെയ്ത് തന്നെ അല്ല സുനിമാമിനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ച്. അപ്പോൾ ഒരു ക്രോസ് കൺട്രി ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ അതെന്തായാലും ചെയ്യണം. അത് അധികം ആരും പറയുന്നത് കേട്ടിട്ടില്ല, ആർക്കും അറിയില്ല. അതായത് അവിടെ ചെല്ലും, എനിക്കും അതിനെക്കുറിച്ച് ധാരണ. ഇൻഷുറൻസ് ഏജന്റിന് പോലും അറിയാൻ പാടില്ലായിരുന്നു, ഞാൻ പറഞ്ഞിട്ടാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ അത് അവിടെയൊക്കെ വെച്ച് എന്തെങ്കിലും ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ അതിലൊരു നിയമപ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത് വരാതിരിക്കാൻ അതിന് ശ്രദ്ധിക്കണം. ഓക്കെ, നമ്മളിനി ഇരുന്ന് സംസാരിക്കാം. ആസ്വദിച്ച് പറയണം. ഇത് നേപ്പാളിൽ ഇരുന്ന കസേരയാണ്. ഇതാണ് നമ്മൾ മുമ്പേ പറഞ്ഞത്, നമ്മൾ പാക്ക് ചെയ്തിരുന്ന കസേരകൾ. അപ്പൊ 5 ഉണ്ടായിരുന്നു അല്ലേ? 5 ഉണ്ടായില്ല, 4 ഉണ്ടായിരുന്നു. ഒരെണ്ണം ഡിക്കി തുറന്നിട്ട് അവിടെ കഴിക്കാൻ സ്ഥലമുണ്ടല്ലോ. ഓക്കെ, അപ്പം നമ്മൾ ഇനിയും സംസാരിക്കാനുള്ളതിന്റെ എക്സ്പെൻസുകളെ പറ്റിയാണ്. ആളുകൾക്ക് കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ള ഒരു ഏരിയ ആണ് എക്സ്പെൻസ്. എന്തുമാത്രം എക്സ്പെൻസ് വന്നു, എന്തുമാത്രം ഫ്യൂൽ അടിക്കേണ്ടി വന്നു, എന്തെങ്കിലും മിസ്ലിനിയസ് എക്സ്പെൻസസ് എന്തെങ്കിലും വന്നിരുന്നോ, ടാക്സ് ടോൾ കൊടുത്തതിനൊക്കെ എന്തുമാത്രമായി, അതിനെപ്പറ്റിയൊക്കെ നമുക്ക് സംസാരിക്കാം.
ഓക്കെ. അപ്പോൾ അതിൽ നമുക്ക് ടോള് നമ്മളൊരു 10,000 റീചാർജ് ചെയ്തിട്ട് ബാലൻസ് ഒരു ഏകദേശം 9,300 ഒക്കെ ആയിട്ടുണ്ടാവും ഫാസ്ടാഗ്. അതാണ് പോയി വന്നത് മൊത്തം. അതിൽ പിന്നെ നമുക്ക് ഇതിൽ എക്സ്പെൻസ് വന്നത് വണ്ടി നമ്മൾ പോണതിന് മുമ്പിട്ട് ഒരു ഫുൾ സർവീസ് ചെയ്തായിരുന്നു. ഡിസ്ക് പാഡൊക്കെ ആവറേജ് ആയിരുന്നു. ഡിസ്ക് പാഡ് മാറി, റോട്ടർ, പിന്നെ ഒരു ജനറൽ ചെക്ക്, എനിക്ക് തോന്നുന്നു സർവീസിനെല്ലാം കൂടി നമുക്കൊരു 27 രൂപയായി. ഓക്കെ. അത്യാവശ്യം സാധനങ്ങളെല്ലാം. അപ്പോൾ 1 lakh കിലോമീറ്റർ കഴിഞ്ഞതിന് അതുകൊണ്ട് അല്ല, നമ്മൾ 1 lakh ഓൾറെഡി മേജർ സർവീസ് ചെയ്തായിരുന്നു. അത് അതിന് മുമ്പ് ചെയ്തു. ഈ ഒരു 120, 130 ടൈമിംഗ് ബെൽറ്റ് അതൊക്കെ മാറിയായിരുന്നു. അതില്ലാതെ വേറെ അല്ല, ഓവറോൾ വേറെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ബ്രേക്ക് പാഡ് അങ്ങനെയുള്ള അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഓടാനാണെങ്കിൽ 6 മാസം കഴിഞ്ഞിട്ട് മാറിയാലും ആ ഒരു ചാൻസ് എടുക്കുന്നില്ല. നമ്മൾ എത്ര കിലോമീറ്റർ ഏത് ടെറൈനാണെന്നുള്ളത് നമുക്ക് ഒരു ഐഡിയ ഉണ്ടായില്ല. ഞങ്ങളാരും നേപ്പാൾ ഗൂഗിളിൽ നോക്കിയതല്ലാതെ ഒരു പോയ ആൾക്കാരോട് ആരോടും ചോദിച്ചിട്ട് നമുക്ക് അങ്ങനെ ഒരു ഇൻഫർമേഷൻ ഒന്നും കിട്ടിയില്ല, കൂടുതൽ തപ്പിയില്ല വേറെ ആരും. പിന്നെ അത് എന്തായാലും നോക്കാം നമ്മുടെ. പക്ഷേ ഈ നേപ്പാളിലെ വണ്ടികൾ നെഫിനെ നമ്മൾ വിചാരിക്കും ഇങ്ങനത്തെ ഒരു രാജ്യമല്ലേ എന്നൊക്കെ. പക്ഷെ നേപ്പാളിലും ഫുൾ ലാൻഡ് ക്രൂസർ 2 ഡോർ 3 ഡോറിന്റെ എന്റെ നിസാൻ പെട്രോള് നിഫിനെ ശരിക്കും നമ്മളതിലൊരു എന്താ പറയാ, ഞാൻ കുറെ നേരം അവിടെ ആകെ മെന്റലായി നടക്കുമായിരുന്നു ഈ വണ്ടികൾ കണ്ടിട്ട്. അതായത് എല്ലാം മറ്റേ LC200 LC300 ഒക്കെ. എന്റെ മനസ്സിലുള്ള നേപ്പാൾ അങ്ങനെ അല്ലായിരുന്നു. അങ്ങനെയല്ല, ശരിക്കും നമ്മളും അങ്ങനെ ചിന്തിച്ചു പോയല്ലോ. പക്ഷേ നമ്മുടെ ഈ കേരളത്തിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അത് ഇന്ത്യയിലൊന്നും പറയാൻ പറ്റില്ല, കേരളത്തിൽ അതൊക്കെ പല വണ്ടികളും വരാൻ ഒരുപാട്. അതായത് ഞാൻ ഈ യാത്ര നേപ്പാളിന് തൊട്ട് മുമ്പ് ഒരു 4 ദിവസം മുന്നേ ഞാൻ അബുദാബി, ഞങ്ങളൊരു 10 ദിവസം അവിടുത്തെ ടൂർ കഴിഞ്ഞു. എന്തൊക്കെ ടൈപ്പ് വണ്ടിയാന്ന് പറഞ്ഞാൽ നമുക്ക് കാറിനെ ഇഷ്ടപ്പെടുന്നവർക്ക് വട്ടായി പോകും, അങ്ങനത്തെ ടൈപ്പ് വണ്ടികളാണ്. ഞാൻ നേപ്പാളിൽ ചെന്നപ്പോൾ ഞങ്ങൾ കാണാത്ത വണ്ടികൾ, അത് പഴയ വണ്ടികളില്ലേ, അതൊക്കെ ഇന്നും ജില്ല് പോലെ ടൊയോട്ടയുടെ വണ്ടികൾ, പഴയ വണ്ടികളൊക്കെ, ലാൻഡ് ക്രൂസറൊക്കെ. ശരിക്കും പറഞ്ഞാൽ എനിക്കും ഭയങ്കര എക്സൈറ്റഡ് ആയി. കാര്യം ഇവിടെ ഇങ്ങനത്തെ വണ്ടികൾ അത് വെൽ മെയിൻറ്റൈൻ ആയിട്ട് കൊണ്ടു നടക്കുന്നു. നമ്മുടെ ട്രക്കുകളില്ലേ ഈ സുസൂന്റെ ഒക്കെ ഡിമാക്സ് ഒക്കെ പോലത്തെ, അതേപോലത്തെ നമുക്ക് അറിയാൻ പാടില്ലാത്ത ബ്രാൻഡുകൾ വരെ. ഹൈലക്സ് ഒക്കെ പഴയ മോഡലല്ലേ ഗൾഫിലുള്ള, അതുവരെ ഹൈലക്സ് നേരത്തെ ഉണ്ടായിരുന്നു. അവിടെ ഉണ്ട്. ഹൈലക്സ് പണ്ടത്തെ ഗൾഫിലുള്ള പഴയ ഹൈലക്സ് ഇല്ലേ, നമ്മുടെ പഴയ അതൊക്കെ അവിടെ ഉണ്ട്. ഹൈലക്സ് ഉണ്ട്, ഷെവർലയുടെ കുറെ വണ്ടികളുണ്ട്. ഇമ്പോർട്ട് ചെയ്ത് അതെ, ചൈനയിൽ നിന്നോ അമേരിക്കയിൽ നിന്നൊക്കെ സെക്കൻഡ് ഹാൻഡ് വണ്ടികൾ ഇമ്പോർട്ട് ചെയ്തേക്കണാണ്. അവിടെ പുതിയത് വന്നേക്കണല്ല, അവർ അതിനുള്ള അലൗ ചെയ്യുന്നുണ്ട്. അതെ. അല്ല നമുക്ക് ഇവിടെ പിന്നെ മോട്ടോക്രോസ് ബൈക്ക്, രജിസ്റ്റേർഡ് മോട്ടോക്രോസ് ബൈക്കുകൾ ഹോണ്ടയുടെ ഒക്കെ അതവിടെ നോർമലി വിൽക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഷോറൂമുകളിലൊക്കെ ഉണ്ട്. ഷോറൂം ഗവൺമെന്റിന്റെ സപ്പോർട്ട് കൂടി നമ്മുടെ ഇവിടെ കുറച്ച് അങ്ങനെയാണ് എന്തോരം വണ്ടികൾ മാറ്റേണ്ട സമയമായി. അതുപോലെ ഞാൻ ഈ ടൂറിസം മേഖലയിലുള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് തോന്നിയത്, നിലവിൽ പുറം രാജ്യത്തെല്ലാം ഉണ്ട് ടൊയോട്ടയുടെ പഴയ കമ്പ്യൂട്ടർ, ഇപ്പോഴത്തെ ഹയാസ്. ഈ സാധനം നേപ്പാളിൽ ഇത് മാത്രമേ ഉള്ളൂ. ഞാൻ ആകെ 2 ടെമ്പോ ട്രാവലറാണ് നേപ്പാളിൽ കണ്ടത്. ഇവിടെ ടെമ്പോ ട്രാവലർ ഫോഴ്സ് മോട്ടോഴ്സിന്റെ ഒരു വലിയൊരു കുത്തകയാണ്. ടൊയോട്ടയ്ക്ക് ഇത് എന്തുകൊണ്ട് ഇവിടെ ഇറക്കാൻ പറ്റുന്നില്ല? 12 സീറ്റ് 17 സീറ്റിന്റെ ഒക്കെ വണ്ടികൾ ഹയാസ് ഉണ്ട്. ഈ സംഭവം ഇറങ്ങിക്കഴിഞ്ഞാൽ ടെമ്പോ ട്രാവലറിനേക്കാളും ഒക്കെ ഭയങ്കര ലക്ഷറീസ് ആയിട്ട് ആൾക്കാർക്ക് യാത്രയും ചെയ്യാം. വാടകയൊക്കെ ഈ സെയിം ഈ വാടകയ്ക്ക് തന്നെ ഓടുകയും ചെയ്യാം. ഇവിടെ ആകെപ്പാടെ അർബാനിയൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. 33 ലക്ഷം രൂപ കൊടുത്ത് വണ്ടി മേടിച്ചിട്ട് നമ്മൾ 7,000 രൂപ 8,000 രൂപ മിനിമം വാടകയ്ക്കാണ് വണ്ടി കൊടുക്കുന്നത്. പക്ഷേ മെയിൻ്റനൻസും അതനുസരിച്ചുണ്ട്. പക്ഷേ ഈ ടൊയോട്ടയുടെ വണ്ടികൾ എന്തുകൊണ്ട് ഇവിടെ ഇറങ്ങുന്നില്ല? ഇവിടെയൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാലുണ്ടല്ല, അവർ ശരിക്കും പറഞ്ഞാൽ മറ്റുള്ള വാഹന നിർമ്മാതാക്കൾ സമ്മതിക്കാഞ്ഞിട്ടായിരിക്കാം ചിലപ്പോൾ. ഇപ്പോൾ ഏറെ അപ്രൂവൽ ചിലപ്പോൾ കിട്ടാൻ ഇവരൊക്കെ കൂടി സമ്മർദ്ദം കൊടുത്തിട്ടായിരിക്കാം. പക്ഷേ അതൊക്കെ ഇറങ്ങേണ്ടതാണ് ഇവിടെ. നമുക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ആളുകൾക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്ക് കംഫർട്ടായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. ഗിരി ഒരു 10 പ്രാവശ്യം കൊണ്ട് പറഞ്ഞു ഈ സാധനം കാര്യം അവിടുത്തെ ഈ റോഡിൽ ഈ വണ്ടി ഇത്രയും ദുർഘടമായ റോഡിൽ കൂടി ഓടിച്ച് ഒരു 10 മിനിറ്റിൽ 5 എണ്ണമെങ്കിലും മിനിമം കാണും. 5 അല്ലെങ്കിലും ഉള്ളൂ. ഇതായിട്ട് കാണുന്നുണ്ട്. അത്രയും വണ്ടികളൊന്നും നേപ്പാളിൽ നമ്മൾ പ്രതീക്ഷിച്ചില്ല. അത് ടൂറിസ്റ്റുകളെ കൊണ്ട് പോകുന്ന വണ്ടികളാന്ന് വിചാരിക്കണം. കാഠ്മണ്ഡു ടു സിക്കിം ബോർഡറിലേക്ക് നമ്മൾ ഈ എൻ്റെ ഡിഫറൻ്റ് ആണ്. സുനൗലി ടു നാരായൺഘട്ട്, നാരായൺഘട്ടിൽ നിന്ന് കാഠ്മണ്ഡുവിലേക്കുള്ള വഴി നല്ലതാണ്. കാഠ്മണ്ഡുവിൽ നിന്ന് നമ്മുടെ അതായത് സിക്കിം ബോർഡറായ പാനി ടങ്കി എന്ന് പറഞ്ഞ സ്ഥലം നേപ്പാൾ ബോർഡറാണ്. ഈ പാനി ടങ്കി വരെയുള്ള റോഡ് സൂപ്പർ റോഡാണ്. സിംഗിൾ ലൈൻ ട്രാഫിക് ആണെങ്കിൽ പോലും ആ റോഡും വൈഡൻ ചെയ്ത് വരുന്നുണ്ട്. അവിടെ ഫുള്ള് ഈ വണ്ടികളാണ്. അതായത് ഇന്ത്യയുടെ ബോർഡറിൽ നിന്ന് നേപ്പാളിലേക്ക് ആളുകളെ ടൂറിസ്റ്റുകളെ കൊണ്ടുവന്നത് ഈ ഹയാസാണ്. പിന്നെ നമ്മുടെ എക്സ്പെൻസിൽ വരുന്നത് നമ്മൾ
വണ്ടി സർവീസ് ചെയ്ത് പറഞ്ഞല്ലോ, പിന്നെ റൂഫ് ബോക്സും ഹെല്ലയുടെ 2 ലൈറ്റ് അതിനു വേണ്ടി ചെയ്തത്. അതെ അതെ. അപ്പൊ ഹെല്ല ലൈറ്റിന് 18,000 ഒക്കെ വരും 2 റൂഫ് ബോക്സ് 26 രൂപ. നമ്മളത് രണ്ടും സെക്കൻഡ് ഹാൻഡ് മേടിക്കും ചെയ്തത് ഓലക്സിന്ന്. അത്ര ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. നമ്മൾ രണ്ടും അത് യൂസ്ഫുൾ എടുത്തത്. ഇപ്പം അത് ഇവിടെ നമ്മൾ ലീഗൽ അല്ലാത്തത് കൊണ്ട് അതവിടെ അത് ബ്ലാക്ക് കവർ ഇട്ട് വെച്ചാൽ നമ്മൾ ഇനി 1-2 യാത്രകൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു മാറ്റം എന്ന് വിചാരിച്ചു. പിന്നെ ഇല്ലീഗലായിട്ട് നമ്മളൊന്നും വേറെ ചെയ്തിട്ടില്ല. ബോക്സ് അത് വെച്ചിട്ടുണ്ട്. അതാണ്. പിന്നെ എക്സ്പെൻസ് വന്നത് നമുക്ക് ഫ്യൂവൽ എക്സ്പെൻസ് ആണ്. അതാണ് മെയിൻ. ഏകദേശം 70,000 രൂപ താഴെ നമുക്ക് ഫ്യൂവൽ ആയിരുന്നു. 70,000 രൂപ ഫ്യൂവലായി. 12-13 മൈലേജ് കിട്ടിയെങ്കിൽ അത് മോശമല്ല. അല്ല, അത് നമ്മൾ ഗ്രാജുവലി ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞ പോലെ റോഡ് കണ്ടീഷനും അതൊക്കെ അനുസരിച്ചിട്ട് ചെറിയ വ്യത്യാസം. നല്ല റോഡ് കണ്ടീഷൻ നമ്മൾ ഗ്രാജുവലിയാണ് ഞങ്ങൾ സ്പീഡ് നോക്കുന്നത്. അല്ലാതെ നമ്മളൊരു ഹൈ ടോർക്ക് കൊടുത്തിട്ട് നമ്മൾ വണ്ടി ഓടിക്കുന്നു, നോർമലി ഓടിക്കുന്നു. എല്ലാവരും വർഷങ്ങളായിട്ട് വണ്ടി ഓടിക്കുന്ന ആൾക്കാരാണ്. അതനുസരിച്ച് നമ്മൾ മൈലേജ് മെയിൻറ്റെയിൻ ചെയ്താണ് പോയത്. അതിലൊന്നും ഓക്കെ. അപ്പം ഫ്യൂവൽ കിട്ടാനുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നോ? ഫ്യൂവൽ അടിക്കുന്നതിൽ ആളുകൾ എന്തെങ്കിലും ശ്രദ്ധിക്കണോ? ഇത് എക്സ്പീരിയൻസ് അതിലൊരു എക്സ്പീരിയൻസിലേ നമ്മൾ ഇവിടുന്ന് നമ്മൾ പോയപ്പോഴേക്കും ഈ ഡീസൽ അഡിക്റ്റീവ് യൂസ് ചെയ്യുമായിരുന്നു ഞാൻ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു ഫുൾ ടാങ്ക് അടിച്ചപ്പോൾ ഒരു ഡീസൽ അഡിക്റ്റീവ് അതിൻ്റെ ഒരു ക്യാൻ 50 ml ആണ് വരുന്നത്. അത് നമ്മളൊരു ഫുൾ ടാങ്കിൽ യൂസ് ചെയ്തത്. അത് വർത്ത് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ഞാൻ യൂസ് ചെയ്തത്. അത് നമ്മൾ 2 പ്രാവശ്യം യൂസ് ചെയ്തു. അത് കഴിച്ച് പിന്നെ നമുക്ക് ഫ്യൂവൽ വന്നത്, ഫ്യൂവലിൻ്റെ പ്രശ്നം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മധ്യപ്രദേശ് രാത്രി നമ്മള് നാഗ്പൂർ ഗോരഖ്പൂർ റൂട്ടിൽ നമുക്ക് രാത്രി സമയങ്ങളിൽ ചില പമ്പുകളിൽ ചെല്ലുമ്പോൾ അവർ ഫ്യൂവൽ ഇല്ലെന്ന്, 1,000-1,500 ചില ആൾക്കാർ 1,000 രൂപ 1,500 രൂപ ഒക്കെ മാക്സിമം തരുള്ളൂ. അതെന്താണെന്ന് അവരോട് ചോദിച്ചിട്ട് അവരൊന്നും പറയണമെന്നില്ല, ഡീസൽ ഷോർട്ടാണ്. അപ്പൊ നമ്മൾ അതടിച്ചൊക്കെ പോയി. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് രാത്രി ട്രാവൽ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് റിമോട്ട് ആയിട്ടുള്ള സ്ഥലത്തൂടെയൊക്കെ ട്രാവൽ ചെയ്യുമ്പോഴേക്കും നമ്മൾ ഫ്യൂവൽ എംപ്റ്റി ആയിട്ട് ഫില്ല് ചെയ്യാൻ നിൽക്കരുത്. ഹാഫ് ടാങ്ക് ആകുമ്പോൾ തന്നെ ഫില്ല് ചെയ്യാൻ ശ്രമിക്കുക. അതെപ്പോഴും രാത്രി ട്രാവൽ ചെയ്യുമ്പോൾ എപ്പോഴും അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത്രയും വലിയൊരു ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി ഉള്ള സ്ഥിതിക്ക് ഒരു 1,000 രൂപീസിന്റെ ഫ്യൂൽ എന്ന് പറഞ്ഞാൽ ഒന്നും ആവില്ല. 2-3 പമ്പിലായിട്ട് അടിച്ചാലേ. അതെ. അപ്പൊ നമുക്കത് റിസ്ക്കുമാണ്. നമ്മൾ പരിചയമില്ലാത്ത ഒരു സ്ഥലത്ത് രാത്രി നമ്മൾ വണ്ടി നിർത്തുമ്പോഴേക്കും പല ആൾക്കാരും നമ്മളെ ശ്രദ്ധിക്കുന്നത് ഏതൊക്കെ രീതിയിൽ നമ്മൾ പല വാർത്തകളിലും കണ്ടിട്ടുള്ളതുകൊണ്ട് നമ്മൾ എപ്പോഴും അതും ഒരു റിസ്ക് കൂടുതലാണ്. പിന്നെ ഇപ്പോൾ ഒരു ഫുഡ് കഴിക്കാൻ തന്നെ നിർത്തുവാണെങ്കിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ഇരുട്ട് പിടിച്ച ഒരു ആളുകൾ ബഹളമൊന്നും ഇല്ലാത്ത സ്ഥലത്ത് നിർത്താതെ എപ്പോഴും നല്ല ഒരു തിരക്കുള്ള സ്ഥലങ്ങളിൽ തന്നെ നിർത്താൻ ശ്രദ്ധിക്കും. ധാബകളിൽ നല്ല ഫ്രഷ് ഫുഡ് കിട്ടും. അങ്ങനൊന്നും പ്രശ്നമില്ല അല്ലേ? ധാബകളാണ് ഏറ്റവും നല്ലത്. ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും ധാബകളായിരിക്കുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഞങ്ങളുടെ യാത്രകളിൽ ഞങ്ങൾക്ക് ഇത്രയും ദിവസം നമ്മൾ യാത്ര ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ഫുഡ് പരമായിട്ട് നമുക്ക് ഒരു തട്ടുകേടും കിട്ടിയിട്ടില്ല എന്നുള്ളത്. അതെല്ലാം നല്ല റിച്ച് ഫുഡ് തന്നെ കഴിച്ചതെല്ലാം നല്ല ഈ റൊട്ടി. പിന്നെ ഞാൻ കൂടുതൽ വെജിറ്റേറിയൻ ആണ് കഴിച്ചത്. എന്നാലും എല്ലാവരും നോണും ചിക്കനും ഫുൾക്ക, പിന്നെ കറി ആണെങ്കിൽ തന്നെ നമുക്ക് ദാൽ ഫ്രൈ. പിന്നെ എനിക്ക് നോർത്ത് ഇന്ത്യയിലെ ദാൽ ഫ്രൈയും മറ്റേ മിക്സ് വെജ് ഒക്കെ ഭയങ്കര. ബിൻഡി ഫ്രൈ ഇല്ലേ, അത് ആദ്യമേ കൊണ്ട് തരുന്നത് എന്തിനാ വെച്ചാൽ നമുക്ക് വിശക്കാൻ വേണ്ടിയിട്ടാണ്. അതിനകത്ത് സവാള അരിഞ്ഞിട്ടുണ്ടാവും, നാരങ്ങ വെച്ചിട്ടുണ്ടാവും. പിന്നെ അത് ചില സ്ഥലത്ത് ചാട്ട് മസാല അതിനകത്ത് മുകളിൽ കൂടി ഇടും. അത് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് വിശപ്പ് വരും. അപ്പോൾ ഞാനൊരു യാത്ര പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ചെയ്യണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. എനിക്കൊരു വീഡിയോ ചെയ്യണോ വേണ്ടയോ, അത് കഴിഞ്ഞാൽ ആളുകൾ കാണുമോ എന്നുള്ളത് നമുക്കറിയത്തില്ല. അതുകൊണ്ട് വീഡിയോ ചെയ്യണോ എന്നുള്ളത് കൺഫ്യൂഷനായിട്ടിരിക്കുകയാണ്. എന്തായാലും നെക്സ്റ്റ് മന്ത് കാണും അത്. ഓക്കെ. അപ്പം അതൊക്കെ കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക. അപ്പം യാത്ര എക്സ്പെൻസിൽ മെറ്റ് വന്ന ചിലവുകൾ, അതായത് ഫുഡ് സ്റ്റേ അങ്ങോട്ട് നിങ്ങൾ സ്റ്റേ ഒന്നും എടുത്തില്ല, സിംഗിൾ സ്ട്രെച്ച് ആയിരുന്നു. സുനോലി മുതലാണ് സ്റ്റേ തുടങ്ങുന്നത്. അപ്പം സ്റ്റേ എല്ലാം കൂടെ എടുത്ത് വരുമ്പോൾ എത്ര എമൗണ്ട് ആയിട്ടുണ്ട്? അല്ലെങ്കിൽ ഫുഡിന്റെ കാര്യം നമ്മൾ കംപ്ലീറ്റ് ചെയ്തില്ല. ഫുഡിന്റെ കാര്യം ബാക്കി. ഫുഡൊക്കെ ഒരു ആവറേജ് നമുക്ക് ഒരു ദിവസം, അതായത് 3 നേരം നമ്മൾ മാന്യമായിട്ട് കഴിക്കുകയാണെങ്കിൽ നമുക്കൊരു 1,500 രൂപ ആ റേഞ്ചൊക്കെ വരുന്നുള്ളൂ. കാര്യം വെച്ചാൽ അവിടെ ഈ ചിലയിടത്തൊക്കെ ക്വാണ്ടിറ്റി ഭയങ്കരമാണ്. ചില സ്ഥലത്തൊക്കെ നമ്മൾ ഒരു കറി വാങ്ങിയാൽ തന്നെ നമുക്ക് 3 പേർക്ക് കഴിക്കാം.
നമ്മളിത് ഒന്നും അറിയാതെ ആദ്യമേ എല്ലാവരും ഓരോ കറി വാങ്ങി. അതൊക്കെ വേസ്റ്റ് ഫുഡ് നിങ്ങൾ വേസ്റ്റ് ആക്കുന്ന പരിപാടി നമ്മൾ ഒരിക്കലും വേസ്റ്റ് ആക്കില്ല. ഒരു ഫുഡ് പോലും വേസ്റ്റ് ആക്കി ആവശ്യത്തിനുള്ള ഭക്ഷണം മേടിക്കും, എന്നിട്ട് വേണമെങ്കിൽ പിന്നെ മേടിക്കുള്ളൂ. അങ്ങനെ ചെയ്യാറുള്ളൂ. പിന്നെ നമ്മള് വേറെ വെച്ചാൽ നമ്മൾ ട്രാവൽ ചെയ്ത സമയത്ത് നമുക്ക് കറക്റ്റ് സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊന്നും പറ്റാത്തൊരു അവസ്ഥയായിരുന്നു കൂടുതലും. അല്ല, അത് മിക്കവാറും എല്ലാവർക്കും ഗിരി വരുന്ന കാര്യം വെച്ചാൽ ഈ രാവിലെ എഴുന്നേറ്റുള്ള യാത്രയിൽ നമുക്ക് ടൈമൊന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റില്ല. അപ്പൊ അതില് നമ്മളൊരു കാര്യം ചെയ്ത, ഇവിടുന്ന് പോയപ്പോ തന്നെ ഇവിടുന്ന് ഞങ്ങൾ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് മേടിച്ചിട്ടുണ്ടായി, ഡ്രൈ നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും. അപ്പോൾ അതെടുത്തത് ഭയങ്കര ഒരു നമ്മള് ഒരു 10,000-3,500 രൂപ കൂടുതൽ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സിന്ന് അവരും കുറച്ച് മേടിച്ചു തന്നിട്ടുണ്ടായിരുന്നു, നട്ട്സും ഇതൊക്കെ. അതും കൊണ്ടുപോയത് ഞങ്ങൾ ഈ ചില ഹൈവേയിലൊക്കെ, അതായത് ഞങ്ങള് ബോംബെ അല്ല നാഗ്പൂർ ഹൈവേയില് ഹൈദരാബാദ് ടു നാഗ്പൂർ റൂട്ടില് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട സമയത്ത് ഞങ്ങൾ ഈന്തപ്പഴം തിന്നോണ്ടിരിക്കുക. സിയാദ് നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇവിടെ ഇരുമ്പത്ത് കാർ വാഷ് ഉണ്ട്, സിയാദ് തന്നിട്ട് ഈന്തപ്പഴം നമ്മൾ കഴിച്ചു. അപ്പം നമുക്ക് എന്തെങ്കിലും കഴിച്ച് വിശപ്പ് പറയാം, ചോറ് തന്നെ കഴിക്കണം, അല്ലെങ്കിൽ ചപ്പാത്തിയോ. ഇതൊരു 4-5 ചായ കുടിക്കും, 4-5 ഈന്തപ്പഴവും കുറച്ച് കാഷ്യൂനട്ടും ഇതും കഴിച്ചാൽ നമ്മൾ കംഫർട്ടബിൾ ആയി. അപ്പൊ അത് എല്ലാവരും ഈ പോകുന്ന ആൾക്കാരെ യാത്ര നമുക്ക് അതൊരു ബാക്കപ്പാണ്. കിട്ടിയില്ലെങ്കിൽ ഇത് ചീത്തയായി പോണ സാധനമൊന്നുമല്ലോ, അവിടെ ഇരുന്നു. അത് ഇവിടുന്ന് തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ നല്ല സാധനം മേടിച്ച് കയ്യിൽ വെക്കണമായിരിക്കും എപ്പോഴും നല്ലത്. പിന്നെ വാട്ടർ ബോട്ടിൽ ഞങ്ങൾ എടുത്തത് പ്ലാസ്റ്റിക് മാക്സിമം കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 20 ലിറ്ററിന്റെ ജാറ എടുത്തത്, വലിയ ജാറ്. അതുകൊണ്ട് അതിൽ നിന്ന് നമ്മൾ മറ്റേ എയർ പമ്പ് വെച്ചിട്ട് സക്ക് ചെയ്ത് എടുക്കുന്ന രീതിയിൽ ഒരു ജാറ് ഞങ്ങൾക്ക് ഏകദേശം ഞങ്ങൾക്ക് ഒരു ജാറ് 2 ദിവസം നിൽക്കുമോ? ഇല്ല, അതിൽ കൂടുതൽ കിട്ടി, 2-3 ദിവസം കിട്ടി. പിന്നെ നമ്മൾ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് നല്ല വെള്ളം കിട്ടുന്നിടത്ത് നിന്ന് ഫില്ല് ചെയ്യും വീണ്ടും. വെള്ളം എവിടുത്തെ വെള്ളമാണ് ഏറ്റവും നല്ലത്? കേരളത്തിൽ തന്നെയാണോ അതോ ചോദിച്ചതാണ്? നേപ്പാളിലെ വെള്ളം നല്ല വെള്ളം തന്നെയാണ്, നല്ല വെള്ളമാണ്, നോർമൽ വാട്ടർ. അതെ, നേപ്പാളിൽ നമുക്ക് ബോബിച്ചേട്ടൻ, ഞങ്ങൾ ആദ്യം പറഞ്ഞില്ലേ, ബോബിച്ചേട്ടനാണ് നമ്മളെ ഹോസ്റ്റ് ചെയ്തത് മറ്റേ നാരായൺഘട്ടിൽ. അത് അവിടുത്തെ ഫുഡ് ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി. പിന്നെ അവിടുത്തെ ഒരു ട്രൈബൽ വില്ലേജിൽ പോയി. അത് ശരിക്കും നമുക്കൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മുടെ കേരളത്തിൽ നിന്ന് അങ്ങനെ ഒരു വില്ലേജിൽ, ഇപ്പം നമ്മുടെ വയനാട് പോലെയുള്ള ഒരു സ്ഥലത്ത് പോയി നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷെ അവിടെ നമ്മൾ ഇവരുടെ കൂടെ ഒരു ലാസ്റ്റ് വില്ലേജ് എന്ന് പറയാം, അതായത് റോഡ് ചെന്ന് അവിടെ തീർന്നു, പിന്നെ മല മുകളിലേക്ക് കയറി പോകണം. അപ്പൊ അതിന്റെ മുകളിലൊക്കെ പിന്നെ കുറെ ആൾക്കാരൊക്കെ ഉണ്ട്. അതായത് ഒരു 3-4 ദിവസം നടന്നിട്ട് വേണം ഇവർ താമസിക്കുന്ന സ്ഥലത്തിയല്ലേ. അപ്പൊ അവിടെ ആ ഒരു വില്ലേജിൽ പോയി അവിടെ നിന്ന് അവരുടെ ലോക്കൽ ഫുഡൊക്കെ അവരുടെ ഒപ്പം തന്നെ ഉണ്ടാക്കി കഴിക്കുകയൊക്കെ ചെയ്തു. പിന്നെ അവിടെ വേറൊരു ഇത്, ഈ ഡിസ്റ്റിലറി അവർ സ്വന്തമായിട്ട് നടത്തുക, വാറ്റ് അവിടെ അമ്മിച്ച് വാറ്റൊക്കെ നടത്തുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ചെന്നപ്പോഴേക്കും വാറ്റ് ഇതെങ്ങനെയാണെന്നൊക്കെ അതിന്റെ പ്രൊസീജിയറൊക്കെ കാണിച്ചു തന്നു. അതൊക്കെ ഒരു അത് നമ്മുടെ ചാനലിൽ ആ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് അത്യാവശ്യം കാണേണ്ട ഒരു സംഭവമാണ്. അത് എല്ലാവർക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. ഈ എപ്പോഴെങ്കിലും നെഫിനാണെങ്കിലും ടൈം കിട്ടിയൊന്ന് നേപ്പാൾ വിസിറ്റ് ചെയ്തോ? പോവാൻ ഇഷ്ടമുള്ള ആൾക്കാരൊന്നും. എനിക്ക് പണ്ട് വലിയ ആഗ്രഹമൊന്നും തോന്നിയിട്ടില്ലാത്ത സ്ഥലമായിരുന്നു. പക്ഷെ ഇപ്പൊ കേട്ട് കുറെ കാലം കൊണ്ട് കേൾക്കുന്നുണ്ട്. അത് കേട്ട് എനിക്ക് പോകണമെന്ന് ആഗ്രഹം തോന്നുന്നു. നല്ലതാണ്. ഭൂട്ടാനും അതുപോലെ സൈലന്റ് ആയിട്ടുള്ള ഒരു രാജ്യവും കാണണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം. പിന്നെ മറ്റേ മിറർ വോള് റോഡുണ്ട്, ഒരു സ്ഥലത്ത് ഒരു വോള് ഫുൾ മിററുകൾ വെച്ചിട്ട്. അതെ, ആ വഴി നമ്മള് ഇങ്ങോട്ട് പോകുന്ന വഴി, നമ്മള് സിക്കിം ബോർഡറിലേക്ക് പോണ വഴിക്ക് അത് ഭയങ്കര ഒരു സംഭവം. അതായത് ഏകദേശം ഒരു 2-3 കിലോമീറ്റർ ഉണ്ടാവും തോന്നുന്നു. ഒരു 15-20 അടി ഹൈറ്റിൽ മൊത്തം ചെറിയ ചെറിയ മിററുകൾ വെച്ചേക്കുക. നമ്മുടെ ആൾക്കാർ തൂക്കി വെച്ചേക്കുക. അത് അവിടെ പണ്ടെന്തോ ആക്സിഡന്റുകൾ ഉണ്ടായ സമയത്ത് ഈ ആക്സിഡന്റിൽ മരിച്ചവർക്കും ഇനി പിന്നെ ആക്സിഡന്റ് നടക്കാതിരിക്കാൻ വേണ്ടിട്ട് എന്തോ ഒരു അമ്പലത്തിന്റെ ഭാഗമായിട്ട് ചെയ്ത. ഞാനത് ആ വീഡിയോയില് ശ്രദ്ധിക്കുമ്പം ശ്രദ്ധിച്ചു പോകും. അത് ശ്രദ്ധിക്കും. അത് അടിപൊളിയാണ്. കിലോമീറ്ററുകളോളം ചെറിയ ചെറിയ മിറർ ആളുകൾ വെച്ചേക്കാം. എന്തോ അപകടമായിട്ട് ബന്ധപ്പെട്ടല്ലേ, അപകടം വരാതിരിക്കും. അതൊക്കെ ഒരു സംഭവം തന്നെയായിരുന്നു. പിന്നെ വേറെ എന്തെങ്കിലും എക്സ്പെൻസ് ഉണ്ടോ? ഇല്ല, നമുക്ക് വേറെ കാര്യമായ എക്സ്പെൻസ് ഇതൊക്കെ തന്നെയായിരുന്നു മെയിൻ എക്സ്പെൻസുകളെല്ലാം വന്നത്. പിന്നെ ഇത് ഞാൻ നോക്കുകയാണെങ്കിൽ ഒരു ദിവസം നമുക്കൊരു ഒരാൾക്ക് ഒരു 1200-1500 രൂപയാണ് എക്സ്പെൻസ് മൊത്തത്തിൽ വരാൻ സാധ്യത. കൂട്ടാൻ സാധ്യത. അതായത് നിങ്ങൾ 5 പേര് ഒരു വണ്ടിയിൽ പോവാണ്.
ഭക്ഷണവും ഫ്യൂവലും എല്ലാം കൂടി വരുന്നത് ഏകദേശം അത്രയും വരുമായിരിക്കും. ശരിക്കും ഒരു 3 പേര് മുകളിൽ പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ ഫ്ലൈറ്റ് ടിക്കറ്റും പരിപാടി എല്ലാം നോക്കുന്നതിന് അതിലും ബെറ്റർ ഒരു കാറിൽ 4 പേരുണ്ടെങ്കിൽ കാർ തന്നെ അതിൽ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോവാൻ ഇങ്ങനത്തെ ഒരു റൂട്ടിൽ പോവാൻ താല്പര്യമുള്ള ആൾക്കാരായിരിക്കണം. അതായത് ഇത്ര സമയം എടുത്ത് നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തുന്നത്. മറ്റുള്ളവർക്ക് എത്രയും അങ്ങനെ ചിന്തിച്ചാൽ പണിയായി. എത്രയും പെട്ടെന്ന് ഡെസ്റ്റിനേഷനിൽ എത്തി അവിടെ അടിപൊളിയാക്കണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്ക് റോഡ് ട്രിപ്പ് നമുക്ക് ഈ ഒരു യാത്ര പറയാൻ പറ്റില്ല. വഴിയും എൻജോയ് ചെയ്യണം. ആ ഭക്ഷണങ്ങളും ഞങ്ങൾ ശരിക്കും ഏത് നാട്ടിൽ ചെല്ലുന്നു അവിടുത്തെ എന്ത് നല്ല ഭക്ഷണമാണോ കിട്ടുന്നത് അതാ കഴിക്കും. അത് ശരിക്കും എക്സ്പ്ലോർ ചെയ്തു. അതായത് നമുക്ക് അവിടെ ചെന്നിട്ട് ചോറും കേരള ഫുഡും വേണം ആ പരിപാടിയൊന്നുമില്ല. നമുക്ക് അവിടെ എന്താ നല്ലത് കിട്ടുന്നത് അത് കഴിച്ചു. അതൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ഒരു ദൂരയാത്ര പോകുമ്പോൾ എന്തായാലും അതിനകത്ത് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതെന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? അതിനെപ്പറ്റി ഞങ്ങൾക്ക് പ്രത്യേകിച്ച് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല എന്ന് തന്നെ വേണേൽ പറയാം. പിന്നെ ഇവിടുന്ന് നേപ്പാൾ ബോർഡർ വരെ എത്തുന്ന അതിൻ്റെ ഇടയിൽ ആകപ്പാടെ മധ്യപ്രദേശിൽ വെച്ചിട്ട് മാത്രം ഒന്ന് പോലീസ് ഒന്ന് വീഡിയോ ഒക്കെ വെച്ചിട്ട് ഇതൊക്കെ ബോക്സൊക്കെ തുറന്നു നോക്കി. എല്ലാ വണ്ടിയും ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. വേറെ ഒരു സ്ഥലത്ത് നമുക്ക് എന്തോ ഇലക്ഷനോ അങ്ങനെ എന്തോ സംഭവമായിരുന്നു തോന്നുന്നു. എല്ലാം ചെക്ക് ചെയ്ത് നോർമൽ ഒരു അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ നേപ്പാൾ ബോർഡറിൽ ചെന്നപ്പോൾ നമുക്ക് ഈ അവിടെയുള്ള ആൾക്കാർ അത് ഇന്ത്യൻസ് തന്നെ ഞാനത് അവരോട് നല്ല രീതിയിൽ തന്നെ അവനെ വിമർശിക്കുകയും ചെയ്തു. നീ ഇന്ത്യക്കാരനായിട്ട് നീ ഇങ്ങനെ ചെയ്യുന്നത് ശരിയായില്ല. അതുകൊണ്ട് ഇവിടെ വരാൻ ആൾക്കാർ ബുദ്ധിമുട്ടും. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തത് സന്ധ്യസമയത്തൊക്കെ ഫാമിലി ആയിട്ട് വരുന്ന ഒരാൾക്ക് അത് ബുദ്ധിമുട്ടാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവസാനം അവന് മനസ്സിലായി ഈ ലക്ഷ്മൺ എന്ന് പറയുന്ന ഞങ്ങൾ അവിടെ ആ ഹോട്ടലിലെ ആൾ വന്നു എൻ്റെ ക്ലൈൻ്റ് ആണെന്ന് പറഞ്ഞു. കാര്യം ഇവർ നമ്മൾ വണ്ടി കൊണ്ട് നിർത്തുമ്പോൾ തന്നെ ദൂരേന്ന് ഇവർ 1 കിലോമീറ്റർ മുമ്പ് വരെ നമ്മുടെ കൂടെ കൂടും. എന്നിട്ട് വണ്ടി വന്നിട്ട് നമുക്ക് തന്നെ ഒരു പേടിയാവും വണ്ടി മേലെ മുട്ടുക പിടിക്കുക. അത് നമ്മൾ അവരോട് പറഞ്ഞു. 4 പേര് വന്നപ്പോൾ നമ്മൾ ഒഴിവാക്കി. ഞങ്ങൾ വണ്ടി നിർത്തിയിട്ട് ഈ ലക്ഷ്മണനെ വിളിക്കുന്ന സമയത്ത് നിർത്താൻ വന്നു. അതിൽ ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞ് ദൈവത്തോർത്ത് നിങ്ങൾ ഇതൊന്ന് വിടും, ഞങ്ങളുടെ കാര്യം ജോലി ചെയ്യട്ടെ, നമുക്ക് ആലോചിക്കാം. അപ്പം നമുക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടായിരുന്നു നേപ്പാൾ ബോർഡറിനകത്ത് കയറിയാൽ ഇങ്ങനെ ഇന്ന പോലെയൊക്കെ നമുക്ക്. പിന്നെ ഞങ്ങൾക്കൊരു കോൺഫിഡൻസ് ഈ യാത്ര പോയി പരിചയമുള്ളതുകൊണ്ട് എന്ത് വന്നാലും നമ്മൾ നേരിട്ട് തന്നെ പോകുള്ളൂ. അത് എങ്ങനെയാണെങ്കിലും നമ്മൾ നേരിടാൻ ഫേസ് ചെയ്യാൻ തയ്യാറായിട്ടാണല്ലോ ഈ യാത്ര പുറപ്പെടുന്നത്. അപ്പം നമുക്ക് ആരുടെയും സഹായം ഇല്ലാതെ തന്നെ പോകണമെങ്കിൽ അങ്ങനെയൊക്കെ തന്നെ വിചാരിച്ച് ഞങ്ങൾ പോയത്. അപ്പോൾ ഞങ്ങൾ നിങ്ങളുടെ ആവശ്യമില്ല, ഞങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യമില്ല എന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞു. അവസാനം ഞങ്ങൾ കയറി വന്നപ്പോൾ ഇവൻ ഞങ്ങളോട് ചോദിക്കാതെ തന്നെ ഇവൻ നേരെ മുമ്പിട്ട് ആരാ ലക്ഷ്മൺ ഏതാണ് മറ്റാ വിളിച്ചത്. അങ്ങനെ ഞങ്ങൾ ഈ ലക്ഷ്മൺ വന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ചുകൂടി ഈ ബോർഡറിൻ്റെ അടുത്ത് എത്തിയപ്പോഴത്തേക്കും 2 പട്ടാളക്കാർ സമയമെടുക്കും, 2-3 മണിക്കൂർ ആയിക്കോട്ടെ. അവരും എനിക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ സംസാരിച്ചതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായ കാര്യം. സാധാരണഗതിയിൽ അങ്ങനെയുള്ള ആൾക്കാർ നമ്മളെ കൂടുതൽ ഹെൽപ്പ് ചെയ്യണത്. ഞങ്ങൾ ചെക്ക് പോസ്റ്റ് തൊട്ടപ്പുറത്തെ ചെക്ക് പോസ്റ്റ്. അപ്പോൾ അത് അപ്പോഴത്തേക്ക് ലക്ഷ്മൺ വന്നു. സാർ എൻ്റെ ഗസ്റ്റാണ്. നേരെ അദ്ദേഹത്തിൻ്റെ കൂടെ കൊണ്ടുപോയി നേരെ ഇവനെ കൊണ്ട് തന്നെ പുള്ളി അത് എടുപ്പിച്ചു. പക്ഷേ പൈസ പറഞ്ഞതിനകത്ത് അവൻ കൂടുതലാണ് പറഞ്ഞത്. ലക്ഷ്മണൻ ഇടപെട്ട് അത് കുറപ്പിച്ചു. എന്നിട്ട് നമ്മൾ അറിഞ്ഞുകൊണ്ട് 150 രൂപ 100 രൂപ കണ്ട് ഇന്ത്യൻ ആ 100 രൂപയ്ക്ക് വേണ്ടിയാണ് ഈ മര്യാദയ്ക്ക് ഒന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുണ്ട് നമുക്ക് ചെയ്തു തരാം. അപ്പോൾ എനിക്ക് 10 രൂപ കിട്ടുമെന്ന് പറഞ്ഞാൽ അത് നമ്മൾ സന്തോഷത്തോട് കൊടുക്കും. അപ്പോൾ അവകാശം എന്നുള്ള രീതിയിൽ ചോദിച്ചു വാങ്ങിയാൽ അത് ഒരു കാര്യം. നമ്മളിപ്പോൾ ഈ ഇത്രയും വർഷമായി നമ്മൾ ആദ്യമായിട്ട് യാത്ര ചെയ്യുന്ന ആൾക്കാരൊന്നുമല്ലോ. അപ്പോൾ നമുക്കറിയാം ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ എന്തായിരിക്കും നമുക്ക് കിട്ടാൻ. പിന്നെ ഉള്ളത് അവിടെ നിന്ന് സുനൗലിയിൽ നിന്ന് നേപ്പാൾ വരെയുള്ള പറഞ്ഞത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 2-3 വർഷം കഴിയുമ്പോൾ റോഡിൻ്റെ സെറ്റപ്പൊക്കെ മാറും. പൊടി നമ്മൾ ഗിരി നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ദിവസവും വണ്ടി ക്ലീൻ ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് വേറെ ഒരു എന്താ പറയുക ബ്രീത്തിങ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാ ദിവസവും രാവിലെ ശരിക്കും പറഞ്ഞാൽ ഞാനല്ല ഇവർ 4 പേരും കൂടിയാണ് അത് ക്ലീൻ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് വണ്ടി നീറ്റായിരുന്നു. ഈ പൊടി നമുക്കൊരു പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഈ നേപ്പാൾ നിന്ന് നാരായൺഘട്ട് വരെയുള്ള സ്ഥലത്ത് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ എങ്ങും നിർത്തിയില്ല എന്നുള്ളതാണ് സത്യം. ഞങ്ങൾ ഈ വണ്ടിയിലുണ്ടായിരുന്ന ഈ നേരത്തെ പറഞ്ഞ ഡ്രൈ ഫ്രൂട്ടിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഞങ്ങൾ അതെല്ലാം യൂസ് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ തിരിച്ച് സിക്കിം വന്നവരെ ഞങ്ങൾ അത് ശരിക്കും ഞങ്ങൾ ഒരുപാട് ഒരു പെർസെൻറ്റേജ് ഒരു പകുതി 50% ഞങ്ങളെ ആ സാധനം സേവ് ചെയ്തു. ഒരു ട്രേയിൽ എല്ലാം കുറച്ച് 2800 രൂപയുടെ ഒരു ട്രേ, അതിനകത്ത് എല്ലാ ഐറ്റംസും ഉണ്ടാവും. അത് ശരിക്കും നമ്മൾ കരുതാം അത് മേടിച്ചോണ്ട് പോയാലേ ടൂർ പോകാൻ പറ്റുള്ളൂ എന്നല്ല, പക്ഷെ അത് നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. പിന്നെ പോകുന്ന വഴിക്ക് ഫ്രഷ് ഫ്രൂട്ട്സ് കിട്ടത്തില്ല, കിട്ടും. പക്ഷെ ഞങ്ങൾ ഈ പൊടി ഈ 187 കിലോമീറ്റർ അതായത് 8.5 മണിക്കൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ വെള്ളം പോലും കുടിക്കാൻ നിന്നില്ല എന്നുള്ളതാണ് സത്യം. പൊടി കാരണം ഞങ്ങൾക്ക് വേണ്ട അങ്ങനെ ഭക്ഷണയിൽ നമുക്ക് അറിയാം. ഈ പൊടി തന്നെയല്ലേ അവര് നമുക്ക് അതിൽ തന്നെയല്ലേ ഉണ്ടാക്കി തരുന്നത്. പൊടി എന്ന് പറഞ്ഞാൽ ചില്ലറ പൊടിയല്ല, ഒരു 5 മിനിറ്റ് നിന്നാൽ നമ്മുടെ കളർ മാറിപ്പോകും. ആ രീതിയിൽ പൊടിയാണ്.
നാരായണഗഡ് ചെന്ന് ഞങ്ങൾ അവിടെ നിന്ന് കോഴിയൊക്കെ വാങ്ങി ഞങ്ങളവിടെ ചോറൊക്കെ വെച്ചു. അത് ശരി. ബോബി ജോസഫ് സാർ ബോബി ചേട്ടൻ പറഞ്ഞേ അവിടുത്തെ ബോബി ജോസഫ് സാർ ഒരു ഭയങ്കര ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. ബോബി തിരിച്ച് പോയിട്ട് ഞങ്ങൾ നേപ്പാൾ ബോർഡർ കഴിഞ്ഞാൽ എന്താവശ്യം ഉണ്ടെങ്കിലും പൈസക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പോലും വിളിക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ഹോസ്പിറ്റാലിറ്റിയുടെ അവർ ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു 55ഓളം പിള്ളേരെ ഈ ഗിരി നേരത്തെ പറഞ്ഞ ട്രൈബൽ കോളനിയിൽ പഠിപ്പിക്കുന്നു. സർവീസ് പോലെ. അത് ശരിക്കും പറഞ്ഞാൽ അതൊരു ഭയങ്കര പരിപാടിയാണ്. ഓക്കെ, അപ്പം അതൊക്കെയാണ് നമുക്കൊരു യാത്ര എക്സ്പീരിയൻസിൽ നമുക്ക് ചോദിക്കാനായിട്ടുണ്ടായിരുന്നത്. നമ്മൾ എല്ലാ കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ടല്ലേ? നമ്മൾ എന്തെങ്കിലും മിസ്സായിട്ടുണ്ടോ? ഇപ്പോൾ യാത്രയുടെ എക്സ്പെൻസുകൾ, എല്ലാ കാര്യങ്ങളും സംസാരിച്ചു. പിന്നെ ഇപ്പൊ കോവിഡൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുന്നതുകൊണ്ട് എല്ലാവരും യാത്ര പോണം തന്നെ ഞങ്ങൾ പറഞ്ഞു അല്ലേ? എല്ലാവരും എങ്ങനെ മനുഷ്യൻ ഒരു ലൈഫ് ടൈമിൽ നമ്മൾ രാവിലെ ജോലിക്ക് പോകുന്നു, വൈകുന്നേരം വരുന്നു, വീട്ടിലെ നമുക്ക് വളർന്നു വരുന്ന പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവിടെ വീട്ടിലും നമുക്ക് നമ്മുടേതായിട്ടുള്ള ഈ സാമ്പത്തിക പ്രശ്നമോ അല്ലെങ്കിൽ മറ്റേതോ ഇല്ലതൊന്നും ഇല്ലാത്ത ആൾക്കാരില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും ജീവിതത്തിൻ്റെ കുറച്ച് സമയമെങ്കിലും നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ടി കുറച്ച് സമയം എല്ലാവരും കണ്ടെത്തണം എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കാരണം ഞാൻ എവിടെ യാത്ര എന്ന് പറഞ്ഞാലും ചാടി വീഴണവനാ. എൻ്റെ പൈസ ഉണ്ടോന്നോ അല്ലെങ്കിൽ നാളെ എനിക്ക് കുറേ പണി ചെയ്ത് തീർക്കേണ്ടതെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. കാര്യം ഞാൻ അങ്ങനെ പണ്ടുപോലെ അങ്ങനെ ആയിപ്പോയി. അതിന് മാറ്റാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. വീട്ടിൽ ഭാര്യക്കൊക്കെ അമർഷമുണ്ട്. അപ്പം അതുകൊണ്ട് പുള്ളിക്കാരി ഇപ്പോൾ ഒറ്റയ്ക്ക് വയനാടൊക്കെ പോയി, ആദ്യമായിട്ട് വീട്ടിൽ നിന്ന് മാറി ഒറ്റയ്ക്ക് വയനാട് പോയി. അപ്പോൾ ഇയാളൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. പോയിക്കോ, ധൈര്യമായിട്ട് മാമി ധൈര്യമായിട്ട് പോയിക്കോ, ഒരു വിഷയമില്ല. അപ്പോൾ അവൾ ഒറ്റയ്ക്ക് റൂം കൊടുത്തു. തിരുനെല്ലിയിലൊക്കെ പോയി 2-3 ദിവസമൊക്കെ നിന്നിട്ട് പുള്ളിക്കാരി വന്നു. പുള്ളിക്കാരിക്ക് കാടും അങ്ങനെയുള്ള സംഭവം ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞത് അങ്ങനെ നമ്മൾ കുറേ പൈസ കെട്ടിപ്പിടിച്ചിരുന്നിട്ടോ അല്ലെങ്കിൽ യാത്ര ചെയ്യാതിരുന്നിട്ടൊന്നും കാര്യമില്ല. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും 5-10 ദിവസത്തെ ലീവ് എടുത്തിട്ട് ഒരുപാട് പൈസയും മുടക്കി 4 ദിവസത്തെ 5 ദിവസം ടൂറിന് ദുബായ് മുതൽ വേറെ ബാക്കിയുള്ള എല്ലാ കൺട്രീസിലും പോകും. ദൈവം എല്ലാ സൗന്ദര്യവും നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യത്തിന് തന്നിട്ടുണ്ട്. ഇതിൽ കാണാതെ ഇത്രയും ഭംഗിയുള്ള സ്ഥലങ്ങൾ കാണാതെയാണ് നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് വേറെ കാശ്മീരിൽ നമ്മൾ 2 പ്രാവശ്യം ഞാൻ ബൈ റോഡ് പോയേക്കണ ആളാണ്. ദൈവം എല്ലാ സൗന്ദര്യം കാശ്മീർ എടുത്തത്. ഈ മൂന്നാർ നമ്മൾ പോകില്ല. ഞങ്ങൾക്കിപ്പോൾ മൂന്നാറിൽ നിന്ന് കേട്ട് കഴിഞ്ഞാൽ വെറുതെ വീട്ടുകാരെ അല്ലെങ്കിൽ കൂട്ടുകാരൊപ്പം പോകാം. ഇനി ഒന്ന് മേഘാലയ പോകണമെന്നുണ്ട്. അടുത്ത ഞങ്ങളുടെ യാത്ര തന്നെ ഈ വണ്ടി അല്ലെങ്കിൽ ഇതൊന്ന് അപ്ഗ്രേഡ് ചെയ്താൽ ഫോർച്യൂണർ തന്നെ. അങ്ങനെയാണെങ്കിൽ തന്നെ ഞങ്ങൾ പോകുന്നത് ഇനി ഞങ്ങൾ വെസ്റ്റ് ബംഗാൾ വരെ കവർ ചെയ്തു. ഇനി അവിടുന്ന് ആസാം, അരുണാചൽ, മേഘാലയ എല്ലാം കറങ്ങി ഞങ്ങൾ നേരെ മണിപ്പൂർ വഴി. മണിപ്പൂരിൽ നമ്മുടെ ഒരു സുഹൃത്തുണ്ട് പ്രകാശ്. ഇപ്പോൾ അവിടെ ഒരു ഇഷ്യൂ നടക്കുക മ്യാൻമറിലെ അവരുടേതായിട്ടുള്ള ഒരു ലോകം വേണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിഷയങ്ങൾ. അപ്പോൾ അത് സോൾവ് ആയി കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ കൃപാകടാക്ഷം ഉണ്ടെങ്കിൽ ഞങ്ങൾ അടുത്ത വർഷം നോർത്ത് ഈസ്റ്റ് വഴി മ്യാൻമർ വഴി തായ്ലൻഡിലേക്ക് പോകാനുള്ളൊരു ഞങ്ങൾ പറയുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ ഇതിൽ ഒരു അസർബൈജാനും ഉണ്ട് ഒരു യാത്ര. ഇത് മരിക്കുന്നതിന് മുമ്പ് നടക്കും ഈ അസർബൈജാൻ. അതായത് അത് യൂറോപ്പ് ആയതുകൊണ്ട് കുറച്ച് പ്രൊസീജിയർ എല്ലാം റോഡ് വേ. ഈ ജീവിക്കുമ്പോൾ ഇങ്ങനെ കുറച്ചൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാന്നുള്ളതില്ലേ കാഴ്ചപ്പാട്. എത്ര പേരുണ്ടെന്നോ എന്തായാലും ഞാനും ഗിരിയുണ്ട്. എത്ര പേരുണ്ടെന്നോ ആരൊക്കെ നമ്മുടെ കൂടെ വരുമെന്നോ ഒന്നും നമുക്കറിയില്ല. ഞങ്ങൾ സമയമെടുത്ത് പോയിട്ട് വരും. ഓക്കെ, അപ്പോൾ എനിവേ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ ട്രാവൽസ്. അപ്പം നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു. രണ്ടുപേരും നല്ലതായിട്ട് തന്നെ എക്സ്പീരിയൻസ് എല്ലാ കാര്യങ്ങളും ഒരാൾക്ക് ഇപ്പം മൊത്തത്തിലുള്ള എക്സ്പെൻസ് നമ്മൾ പറഞ്ഞില്ല. അതുകൂടെ ജസ്റ്റ് 2 lakhs റുപ്പീസിൽ 5 പേരാണ് പോയിട്ട് വന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ നമ്മള് ഇപ്പൊ ഗിരി നേരത്തെ പറഞ്ഞ 27,000 എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ നമ്മൾ എക്സ്പെൻസ് ഇല്ല, അത് നോക്കണ്ട. അത് നോക്കണ്ടെന്ന് പറയാൻ കാര്യം വണ്ടി കണ്ടീഷൻ ആയിട്ടുള്ള വണ്ടിക്കാണെങ്കിൽ അതിന്റെ ചിലവ് അത് ചെയ്യണ്ട. നമ്മൾ ഒരു റിസ്ക് എടുക്കാൻ നിന്നില്ല. ഞങ്ങൾക്ക് ബ്രേക്ക് പാടൊക്കെ എനിക്ക് തോന്നുന്നു ഇനിയും ഒരു 17,000 കിലോമീറ്റർ ഓടുമായിരുന്നു. പക്ഷെ അത് വേണ്ട, റിസ്ക് എടുക്കണ്ട. നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് പോയാൽ അതേപോലെ നമുക്ക് തിരിച്ചു വരാം. അത് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. പ്രത്യേകിച്ച് ടൊയോട്ട ബ്രാൻഡായ ഈ ഫോർച്യൂണർ ഞങ്ങളുടെ മനസ്സിനേക്കാളും പ്രസരിപ്പോടു കൂടിയാണ് വന്ന് നിന്നത്. കാര്യം ഇങ്ങോട്ടുള്ള ഞങ്ങളുടെ വരവെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഗാങ്ടോക്കിൽ നിന്ന് ഞങ്ങൾ അവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് പിന്നെ ഞങ്ങൾ വണ്ടി നിർത്തുന്നത് ഭക്ഷണം കഴിക്കാൻ മാത്രം വേറെ നിർത്തി, ബാക്കി നിർത്തുന്നത് കൊച്ചിയിലാണ്. അതിനിടയ്ക്ക് ഒരു ഇച്ചിരി നേരം ഞാൻ ഇറങ്ങിയപ്പോൾ വഴി ചെന്നൈ വഴിയായിരുന്നു നമ്മൾ അല്ലേ. തിരുപ്പതി വഴി പറഞ്ഞാൽ ഞങ്ങൾ ചെന്നൈ വഴി വന്നു. ശരിക്കും ചെന്നൈയിൽ വന്ന് ഇപ്പൊ ലാസ്റ്റ് ഫ്ലഡ് നടക്കുന്ന സാധനം ജസ്റ്റ് പാസ് ചെയ്ത് ഞങ്ങൾ ചെല്ലുമ്പോ റോഡിൽ നാഷണൽ ഹൈവേ വെള്ളത്തിലാണ്. ഞങ്ങൾ അറിയാതെ ഇങ്ങനെ ഓടിച്ചു പോവാ.
പെട്ടെന്ന് ഈ വെള്ളത്തിലേക്ക് അങ്ങോട്ട് റോട്ടിൽ വെള്ളം ഉണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റില്ല. വണ്ടി എൻ്റെ കയ്യിൽ നിന്ന് പോയി. പക്ഷെ പിടിച്ചത് വണ്ടി ഇത്ര വെയിറ്റ് ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല. അതേപോലെ എടുത്ത് ഹാൻഡിൽ ചെയ്തു. പക്ഷെ പിന്നെ നമ്മൾ എപ്പോഴും കെയർഫുൾ, കാര്യം നമുക്ക് കാണാൻ പറ്റുന്നില്ല. അതാണ് ഈ ഹെല്ലയുടെ ലൈറ്റ് നമുക്ക് ശരിക്കും, പിന്നെ ഞങ്ങൾ ഹെല്ല ലൈറ്റ് ഓൺ ചെയ്തിട്ടാണ് നമ്മൾ മെയിൻ. ഹെല്ല തന്നെ വേണമെന്നില്ല, ഒരു ആക്സിലറി ലൈറ്റ് പറഞ്ഞാൽ വലുത് വേണം, മസ്റ്റാണ്. ഓക്കെ, അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച് ഗിരീഷേട്ടാ, രണ്ടുപേർക്കും. ഗിരീഷേട്ടാ താങ്ക് യു. നമുക്ക് നല്ലൊരു യൂസർ എക്സ്പീരിയൻസ് തന്നു. നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആസ്വദിച്ച് കേൾക്കാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള ട്രാവൽ എക്സ്പീരിയൻസും കാർ യൂസർ എക്സ്പീരിയൻസസുമായിട്ട് നമ്മുടെ ചാനലിൽ വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഗിരീഷേട്ടൻ്റെ ചാനലും വോക്കി ടോക്കി എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ഗുഡ് ബൈ.